ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞിൻ്റെ തുണികളെല്ലാം കഴുകിയിടാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഞാൻ കൊച്ചിന് കോട്ടൺ തുണികളാണ് ഉപയോഗിക്കുന്നത്. അലക്കിയ മുണ്ടാണ് ഉപയോഗിക്കുന്നത്. പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ പാമ്പേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കഴുകിയിട്ടാൽ അതങ്ങ് ഉണങ്ങി കിട്ടും. രാത്രിയിലത്തെ തുണികളാണ് ഇതെല്ലാം. ഒരുപാടുണ്ടായിരുന്നു. രാത്രിയിൽ കുഞ്ഞ് കരച്ചിലും ഉറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് തുണികൾ കാണും. അത് ഞാൻ രാവിലെ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി അങ്ങ് എടുക്കും. അപ്പോൾ പിന്നത്തേക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഉണങ്ങി കിട്ടും പെട്ടെന്ന്. നല്ല വെയിലായതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതെല്ലാം കഴുകിയിട്ടിട്ട് പയറിരുന്നു. അത് ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ വിറകടുപ്പിലാണ് മീൻ കറിയൊക്കെ വെക്കുന്നത്. ഗ്യാസിൻ്റെ അഭാവം വന്നു തുടങ്ങിയത് കാരണം പിന്നെ മീൻ കറി പൊടികളൊക്കെ ഇട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും പുളിവെള്ളമൊക്കെ ഇട്ട് മീൻ അവിടെ നിന്ന് വെന്തോളും. തീയൊന്ന് നോക്കിയാൽ മതി. പിന്നെ കുറച്ച് മീനെടുത്ത് വറുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ മീൻ കറിയും റെഡിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് പറമ്പിൽ നിന്ന് അഗസ്തിപ്പൂവും പച്ചമുളകും കിട്ടിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കിട്ടി. റെഡിയായി. പിന്നെ അഗസ്തിപ്പൂവും കൂടെ ഞാൻ വെച്ച് പിന്നെ പയറരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. ഓയിലൊഴിച്ച് നമ്മുടെ പയറരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതിനുള്ള അരപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇതൊക്കെ റെഡിയാകും. ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ.